വയനാട് ബാവലിൽ യുവാക്കൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ബൈക്ക് യാത്രികരായ യുവാക്കൾ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്. മൈസൂരിലേക്ക് പോവുകയായിരുന്ന പുൽപ്പള്ളി സ്വദേശികളാണ് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. ഞാനും എന്റെ ചേട്ടനും കൂടെ ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിക്ക് നാഗറോള ഫോറസ്റ്റിൽ നിന്നും ഒരു ആന റോഡ് സൈഡിൽ നിൽക്കും. റോഡ് സൈഡിൽ നിന്ന് കാട്ടിലേക്കായിരുന്നു നിന്നിരുന്നത്. നമ്മൾ വിചാരിച്ചു കടന്നു പോകാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആന നമ്മുടെ നേരെ തിരിഞ്ഞു ഓടി വരികയും പുറകിലുണ്ടായിരുന്ന ലോറിക്കാരൻ ആണ്, ലോറിയിലുണ്ടായിരുന്ന ചേട്ടനാണ് ഹോൺ അടിച്ച് പെട്ടെന്ന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ആന നമ്മുടെ നേരെ ഓടി ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് തട്ടിയിടുകയും ബൈക്ക് റോട്ടിന് താഴെ വീണ് ചേട്ടന്റെ കാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ലോറി ഡ്രൈവർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ലോറിയിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുകയും പെട്ടെന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്. രാഹുൽ സുരേഷ് വയനാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്, ജീവൻ രക്ഷപ്പെട്ടെന്ന ആശ്വാസം. ഈ മേഖല ഇതൊരു പതിവ് കാഴ്ചയാകുന്നു. ലോറിയാണ് രക്ഷകരായത്. വിവരങ്ങൾ സുഹൈൽ, അത്ഭുതത്തോടെ നെഞ്ചിരിപ്പോടെ അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കാണാനാകുകയുള്ളൂ. പുൽപ്പള്ളിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുകയായിരുന്നു ഈ യുവാക്കൾ. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ബാവലി റോഡിൽ വെച്ച് ഈ ബൈക്കിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്നത്. ആദ്യം ഇവർ പറഞ്ഞ പോലെ തന്നെ കാട്ടിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വാഹനം എത്തിയതോടെ ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പുറകിലിരുന്ന യുവാവ് ഇറങ്ങി ഓടി. പക്ഷേ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ വാഹനവും അദ്ദേഹത്തെ സഹിതം ഈ കാട്ടാന കുത്തി വീഴ്ത്തുകയായിരുന്നു. പക്ഷേ ആക്രമിച്ചില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഈ സമീപത്തോടെ ആ സമയത്ത് വന്ന വാഹനമാണ് ഇവർക്ക് രക്ഷകരായത്. ഈ വാഹനം നീട്ടി ഹോണടിച്ചു. ഇതോടെ ആ ഹോണടി കേട്ടാണ് ഈ കാട്ടാന അവിടെ നിന്ന് മാറുന്നത്. തുടർന്ന് ഈ രണ്ട് യുവാക്കളും ഈ ലോറിയിൽ കയറി അഭയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത്. എന്താണെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ.